ദർപ്പണങ്ങളെയും ലെൻസിനെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. PSC മുൻകാലങ്ങളിലായി ചോദിച്ച ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ എല്ലാ ക്വസ്റ്റ്യനും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? ഓപ്ഷൻ എ 4 ഡയോപ്റ്റർ. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവുമായിരിക്കും. ഓപ്ഷൻ സി 1, 2 മാത്രം ശരിയാണ്. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം. ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണം. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്, മാലക്കണ്ണ്. ഓപ്ഷൻ സി 2, 3. ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തും. രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? ബി 30 ഡിഗ്രി. പ്രകാശ പ്രകീർണനത്തിൻ്റെ പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് ഇടിമിന്നൽ, മഴവില്ല്, ആകാശത്തിൻ്റെ നീലിമ, സൂര്യൻ്റെ ചുവപ്പ് നിറം. ഉത്തരം മഴവില്ല്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്. വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു. ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ 1, 2 ശരിയായിട്ടുള്ള പ്രസ്താവന. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ഓപ്ഷൻ എ പ്ലെയിൻഡ് ഗ്ലാസ്. ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിൻ്റെ വ്യതിയാന കോണെത്ര? ഓപ്ഷൻ ബി 54.2 ഡിഗ്രി. ബൈകോൺകേവ് ലെൻസിൻ്റെ പ്രത്യേകത. ബൈകോൺകേവ് ലെൻസിൻ്റെ പ്രത്യേകത ഒരു വശം പുറത്തേക്ക് മുഴച്ചതും മറുവശം അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ബൈകോൺകേവ് ലെൻസിൻ്റെ പ്രത്യേകത. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ലെൻസിൻ്റെ പവർ? ഓപ്ഷൻ സി +5D. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? പ്രതിപതന കോണും 60 ഡിഗ്രി ആയിരിക്കും. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ്? പ്രതിപതന കോണും 30 ഡിഗ്രി ആയിരിക്കും. വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ പ്രവേഗം എത്ര? വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ പ്രവേഗം എത്ര? ഓപ്ഷൻ ഡി 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. പ്രകാശം കടന്നുപോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ഒന്നാമത്തെ ഗ്ലാസ് ഷീറ്റ്, രണ്ടാമത്തെ കോൺവെക്സ് ലെൻസ്, മൂന്നാമത്തത് കോൺകേവ് ലെൻസ്. ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിൻ്റെ വക്രത ആരം എത്ര? ഓപ്ഷൻ എ 40 സെൻറ്റിമീറ്റർ. കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് -2D എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസാണ്? ഓപ്ഷൻ എ 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ്. ഓപ്ഷൻ ബി 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള
ഓപ്ഷൻ സി 2 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ്. ഓപ്ഷൻ ഡി 2 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ്. ഓപ്ഷൻ എ 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ്. പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ പ്രവേഗം 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മാറ്റിയാൽ പ്രകാശത്തിൻ്റെ ഈ പ്രവേഗത്തിന് മാറ്റം വരുത്തുവാൻ കഴിയും? ഇവയിലൊന്നുമല്ല. ഓപ്ഷൻ ഡി. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കൽ ദൂരം f ആണെങ്കിൽ ഒരു വസ്തുവും അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം തമ്മിലുള്ള കുറഞ്ഞ ദൂരം ഡാഷ് ആയിരിക്കും. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കൽ ദൂരം f ആണെങ്കിൽ ഒരു വസ്തുവും അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം ഡാഷ് ആയിരിക്കും. 0. കുറഞ്ഞ ദൂരം 0 ആയിരിക്കും. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതയല്ലാത്തത് ഏവ? സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതയല്ലാത്തത് ഏവ? 2, 3 മാത്രം. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഫോക്കസ് ദൂരം 10 സെൻറ്റിമീറ്റർ. ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? ഓപ്ഷൻ എ P = 1/f. പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം. പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം അപവർത്തനം. വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷതകളായി പരിഗണിക്കാവുന്നവയേവ? ഡി. ഇവയിലൊന്നുമല്ല. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരവും ദർപ്പണത്തിൻ്റെ വക്രതാ ആരവും തമ്മിലുള്ള ബന്ധം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരവും ആ ദർപ്പണത്തിൻ്റെ വക്രതാ ആരവും തമ്മിലുള്ള ബന്ധം. ഓപ്ഷൻ എ F = r/2. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? അപവർത്തനം.